ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അന്വേഷണം എന്നെ മാറ്റി വേറെ വല്ലവരെയും ഏൽപ്പിക്കും എന്നെല്ലാം ഐസക്ക് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും ഋഷി ഏതായാലും നമ്മളെ വൈകാതെ വിളിക്കും, പാപ്പൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളും തളരും എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഐസക്ക്. ഇനി പാപ്പൻ്റെ സംശയം പോലെ ഇതിനൊക്കെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണെന്ന് ഉടനെ കണ്ടെത്തണമെന്നും ഇസബെല്ല തീരുമാനിച്ചുറപ്പിക്കുന്നു. പിന്നീട് നന്ദനെ ഇനി കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം അറിയിക്കുമെന്നെല്ലാം രജനി ഭീഷണി മുഴക്കുന്നുണ്ട്. നന്ദൻ സുരക്ഷിതനായിട്ട് ഒരിടത്തുണ്ടെന്നെല്ലാം ഇവർ പറഞ്ഞത് അമ്മ വിശ്വസിക്കുന്നുണ്ടോ എന്നെല്ലാം രജനി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണ് പ്രഭ പറയുന്നത്. ആർക്കും ഒന്നും അറിയില്ല. നന്ദനോട് അമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞതെല്ലാം ആയിരിക്കും. എല്ലാവരും ചേർന്ന് അമ്മയെയും എന്നെയും പറ്റിക്കുകയാണ് എന്നെല്ലാം രജനി പറയുമ്പോൾ, മോളെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ഹരിയങ്കൾ പറയുമ്പോൾ അങ്കിളല്ല എല്ലാം ഏറ്റത്. എന്നിട്ടിപ്പോൾ നന്ദൻ എവിടെ, ഏതവസ്ഥയിലാണെന്നെല്ലാം രജനി ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയാനായിട്ട് ഹരിസാറിന് കഴിയുന്നില്ല. തുടർന്ന് ഇവൾക്ക് എല്ലാം അറിയാം, എന്താണ് സംഭവിച്ചതെന്ന് ഇവൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടിപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രജനി കിട്ടിയ അവസരം മുതലാക്കി ദേവികയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള ആരെ കുറ്റപ്പെടുത്താൻ നോക്കിയാലും ദേവിക മോളെ ഒന്നും പറയരുതെന്ന് പറയുന്നുണ്ട് സിദ്ധു. നിങ്ങളുടെ മോളിപ്പോൾ ഞാനാണോ അതോ ഇവളാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രജനി വീണ്ടും ബഹളം വയ്ക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുമെന്ന് ഗിരീഷ് പറയുന്നുണ്ടെങ്കിലും എൻ്റെ അനിയനെക്കുറിച്ച് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്, എൻ്റെ അനിയനെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് രജനി വീണ്ടും ബഹളം വയ്ക്കുന്നുണ്ട്. അവൻ ജീവനോടെ ഉണ്ടോ എന്നെല്ലാം രജനി വീണ്ടും ചോദിക്കുമ്പോൾ ആർക്കും ഒന്നൊരു ഉത്തരവും കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഓഹോ, അപ്പോൾ അതിലും നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ എന്ന് ചോദിച്ച് രജനി വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് സഹികെട്ട് ദേവിക പറയുന്നുണ്ട്, നന്ദുവിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞങ്ങൾ എല്ലാവരും വിഷമത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ നിൻ്റെ വിഷമത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. നന്ദൻ്റെ ആരാ നീ? അവനൊരു കൊലപാതകിയാണ് എന്നറിഞ്ഞപ്പോൾ നീ അവനെ ഇട്ടേച്ചു പോയി. നിൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശ്രമിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്, ഒഴിഞ്ഞു പോയിക്കൂടെ എന്നെല്ലാം രജനി വീണ്ടും ദേവികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഏതായാലും രജനിയുടെ വാക്കുകൾ അതിരുവിടുന്ന് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥ്. തുടർന്ന് ചേച്ചിയെ തടയണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ദേവികയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്ന രജനിയോട് നന്ദുവിന് മേൽ ചേച്ചിയുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പക്ഷേ നന്ദു എന്നെ വിവാഹം കഴിച്ച സ്ഥിതിക്ക് ആദ്യത്തെ അവകാശം ഭാര്യയ്ക്കാണ്. പിന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഞാനോ നന്ദുവോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതിനേക്കാൾ അവകാശം നന്ദുവിൻ്റെ മേൽ ഭാര്യയ്ക്ക് തന്നെയാണ്. അതിന് താഴെയാണ് സഹോദരിയുടെ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് രജനിയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ ദേവിക ചെയ്യുന്നത്. തുടർന്ന് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ദേവിക പറയുന്നുണ്ട്. എസ് പിയെ കണ്ട് നന്ദുവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്താനുള്ള റിക്വസ്റ്റ് ചെയ്യുമെന്നും ഇപ്പോഴുള്ള DVSPയെ കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റുമെന്നും ദേവിക പറയുന്നുണ്ട്. ഹരിയങ്ങളും അച്ഛനും അവരോട് ആലോചിച്ച് മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കൂ എന്നും പുറത്തു നിന്ന് കുറ്റപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കും. ഞങ്ങളെല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തളർത്താൻ നോക്കരുത് എന്നും ദേവിക പറയുന്നുണ്ട്. തുടർന്ന് ദേവിക പോയതിന് ശേഷം നീ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതെന്ന് ഗിരീഷ് ചോദിക്കുമ്പോൾ മോളെ കുറ്റപ്പെടുത്തേണ്ട ഗിരീഷേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ രജനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനെ തടവിലിട്ടിരിക്കുന്നതാണ്. നന്ദനാണെങ്കിൽ തൻ്റെ കെട്ടെല്ലാം അഴിച്ചു മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നീട് ഗൗരിയാണെങ്കിൽ തൻ്റെ ആശങ്ക മുരളിയോട് പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നന്ദൻ എന്തെങ്കിലും സംഭവിക്കുമെന്നും മുൻപ് നന്ദനെ എല്ലാവരും ചേർന്നാണ് കൊണ്ടുപോയിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ശത്രുക്കളാണ്. ന്യൂസിലോ അല്ലെങ്കിൽ പത്രസമ്മേളനമോ വിളിക്കാനോ ദേവികയോട് പറയണമെന്നെല്ലാം ഗൗരി പറയുമ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല ഗൗരി, നന്ദൻ ഒരു കൊലക്കേസ് പ്രതിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാം അറിയുമെന്ന് പറയുമ്പോൾ എങ്കിലും ജീവന് ആപത്തൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭാർഗവി പറയുന്നുണ്ട്. ഓരോ നിമിഷവും നന്ദൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് ഗൗരി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ശാരിക മുരളിയെ വിളിക്കുന്നു. എന്നിട്ട് ചേച്ചി ഏതോ ഒരു ഫോൺ കോൾ കിട്ടിയതിനെ തുടർന്ന് വല്ലാത്തൊരു ഷോക്കിലായിരുന്നു എന്നും എന്താ കാര്യം എന്നൊക്കെ ശാരിക തിരക്കുമ്പോൾ മുരളിക്കാണെങ്കിൽ വല്ലാതെ തന്നെ പതറി പോകുന്നുണ്ട്. തുടർന്ന് മുരളിയേട്ടനെല്ലാം അറിയാം, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരുമെന്നെല്ലാം ശാരിക ഭീഷണിപ്പെടുത്തുമ്പോൾ വേറെ വഴിയില്ലാതെ മുരളി എല്ലാ സത്യങ്ങളും ശാരികയെ അറിയിക്കുന്നു. അത് കേട്ട് ആകെ ഷോക്കഡ് ആവുന്നുണ്ട് കേട്ടോ ശാരിക.
ശാരിക ഇങ്ങനെ ഫോണിൽ ആരോട് സംസാരിക്കുന്നതും അത് കേട്ട് വല്ലാതാവുന്നതും എല്ലാം നമ്മുടെ മാധവേട്ടൻ കാണാനായിട്ട് ഇടയാവുന്നുണ്ട്. തുടർന്ന് ആരാണ് വിളിച്ചത്, നന്ദൻ മോനെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടല്ലോ എന്നെല്ലാം മാധവേട്ടൻ ശാരികയോട് ചോദിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയാണെന്നും ആ കൂട്ടുകാരിക്ക് നന്ദേട്ടനെ അറിയാമായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാധവേട്ടൻ്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ശാരിക. പിന്നീട് ദേവികയാണെങ്കിൽ എസ് പിയെ കണ്ട് നന്ദനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയിക്കുന്നു. ഇതേസമയം DSP വരുന്നുണ്ട്. തുടർന്ന് ഈ MLAയുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാനായിട്ട് താൻ എന്ത് അന്വേഷണമാണ് നടത്തിയത് എന്ന് SP ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ എന്ന് ഐസക് പറയുന്നതും ഞാൻ എത്ര തവണ ഫോളോ അപ്പ് നടത്തിയതാണ്, എന്നിട്ട് പോലും ഇതിലൊരു താല്പര്യവും താൻ കാണിക്കുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് DYSPയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് കേട്ടോ SP. തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന് ഐസക് പറയുമ്പോൾ അന്വേഷണ റിപ്പോർട്ടല്ല എനിക്ക് വേണ്ടത്, MLAയുടെ ഭർത്താവ് നന്ദനെ കണ്ടെത്തണം. ഇനി ഈ കാര്യത്തിൽ ഞാനോ MLAയോ തന്നെ വിളിക്കില്ല എന്നും SP പറയുന്നുണ്ട്. തുടർന്ന് ഈ കേസിൽ തനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ താല്പര്യമുണ്ടോ, കാണാതെ അയാളെ കണ്ടെത്തണ്ട എന്നാണോ തൻ്റെ തീരുമാനം എന്നെല്ലാം SP ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല സാർ, എൻ്റെ സർവീസ് റെക്കോർഡ് സാറും കണ്ടതല്ലെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പരിഗണന വെച്ചിട്ട് തന്നെയാണ് തനിക്ക് ഒരു അവസരം കൂടി തരുന്നത്. അടുത്ത തവണ വരുമ്പോൾ തൻ്റെ കൂടെ MLAയുടെ ഭർത്താവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സസ്പെൻഷൻ ഓർഡർ വാങ്ങാൻ തയ്യാറായിരുന്നുള്ളൂ എന്നും SP സ്ട്രിക്റ്റായിട്ട് തന്നെ ഐസക്കിനോട് പറയുന്നുണ്ട്. ശേഷം ഹസ്ബൻഡിനെ ഉടനെ കണ്ടെത്തുമെന്ന് തന്നെ SP ദേവിയയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. പിന്നീട് ശാരികയെ കാണാനായിട്ട് കെവിൻ എത്തുന്നുണ്ട്. അപ്പോൾ ശാരികയുടെ മുഖത്തെ ടെൻഷൻ കാണുന്ന കെവിൻ നീ എന്താ വല്ലാതിരിക്കുന്നത്, നീ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെല്ലാം കെവിൻ ചോദിക്കുമ്പോൾ ഇവനോട് എങ്ങനെ നന്ദേട്ടൻ്റെ കാര്യം ചോദിക്കുമെന്ന് ശാരികയും ഋഷിയെ ആരാ കടത്തിക്കൊണ്ട് പോയതെന്ന് ഇവൾക്ക് അറിയാമായിരിക്കുമോ എന്നെല്ലാം കെവിനും മനസ്സിൽ സ്വയം പറയുന്നുണ്ട്. തുടർന്ന് രണ്ടും കൽപ്പിച്ച് നന്ദേട്ടൻ എവിടെയെന്ന് ശാരിക തുറന്നടിച്ച് ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കെവിൻ. പെട്ടെന്ന് തന്നെ ചന്ദ്രോത്ത് നിന്ന് മാറ്റി പറയുകയാണ് ശാരിക ചെയ്യുന്നത്. ആ ഇസബെല്ല തന്നെയായിരിക്കും ഇതിനൊക്കെ പുറകിലെന്ന് ശാരിക പറയുമ്പോൾ ഇല്ല, ഇസബെല്ലയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നന്ദന് വേണ്ടിയിട്ട് ഇസബെല്ല കുറേ അന്വേഷണം നടത്തിയതാണെന്നും അങ്ങനെ നന്ദനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇസബെല്ല ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും ഇതിന് പിന്നിൽ ചന്ദ്രോത്തുകാർ തന്നെയായിരിക്കുമെന്നും കെവിൻ ശാരികയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ശാരികയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്